നമസ്കാരം, ഞാൻ വിനീഷ് രോഹിണി. സ്വർണത്തിന്റെ വില കുറച്ച് മാസങ്ങളായിട്ട് കയറി പോകുന്നത് നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നടക്കുന്നുണ്ട്. സിൽവർ, അതായത് വെള്ളിയുടെ വിലയും ഇതേപോലെ ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ സ്വർണത്തിന്റെ വിലയേക്കാൾ വളരെ വേഗത്തിലാണ് വെള്ളിയുടെ വില കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളി മാത്രമാണോ, ഇനി ഇത് കോപ്പറിന്റെ വില കൂടുന്നുണ്ട്, ചെമ്പിന്റെ വില കൂടുന്നുണ്ട്, എല്ലാത്തിന്റെ വില ഇങ്ങനെ മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാലക്രമേണ ഉണ്ടാവുന്ന വിലവർധന തന്നെയാണ്. പ്രത്യേകിച്ചിട്ടൊരു മാജിക്കോ കാര്യങ്ങൾ സംഭവിക്കുന്നില്ല. അന്ന് ഒരു 4000-8000 ആകുമ്പോൾ നമ്മൾ വലിയൊരു ഫീലിങ്സ് ഒന്നും കൊടുക്കാത്തത് പതിയെ കയറിയിട്ട് അതൊരു 50,000 കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് 60,000 എത്തി. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു ഞെട്ടി. പിന്നെ 70, 80, 100 അങ്ങനെ പെട്ടെന്ന് 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം അങ്ങനെ പെട്ടെന്ന് കടന്നു പോകും. വലിയ തുകയാകുമ്പോൾ വലിയ ചേഞ്ചസ് വരും എന്നത് നമ്മൾ എപ്പോഴും ഓർക്കണം. ഇതേപോലെ ഇന്ന് നമ്മൾ സ്വർണം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു പവൻ വാങ്ങിക്കാൻ വേണ്ടി എത്ര റേറ്റ് കൊടുക്കണം? നമുക്ക് ഏകദേശം ഒരു പവൻ വാങ്ങിക്കണമെങ്കിൽ 1 ലക്ഷം രൂപയുടെ അടുത്ത് വേണം, അല്ലെ? വെള്ളിയിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ്. 1 കിലോ വെള്ളി മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് മതി. പല സ്ഥലത്തും പല റേറ്റ് ആണ് വെള്ളിക്ക്. ഡിഫറെന്റ് പ്ലേസിൽ ഡിഫറെന്റ് റേറ്റിലാണ് ഇപ്പൊ നിലവിലുള്ള. അപ്പൊ വെള്ളിക്കും ഭയങ്കര സ്കോപ്പ് ഉണ്ട്. വെള്ളിയിൽ നമുക്ക് നേരിട്ട് നിക്ഷേപം നടത്താം. അതായത് വെള്ളി പർച്ചേസ് നമുക്ക് വേണമെങ്കിൽ പോയി ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിക്കാം. ഓർ നമുക്ക് വെള്ളി മാനുഫാക്ചർ ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. കമ്പനികളിൽ നിന്ന് നമ്മൾ വാങ്ങിക്കാം. ഗോൾഡ് മാനുഫാക്ചറിങ് കമ്പനികളൊക്കെ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിക്കുന്ന, സർട്ടിഫൈഡ് ആയിട്ട് വാങ്ങിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എൻ്റെ ഒരു സജഷൻ. ഇനി ഇതൊന്നും ഈ ഫിസിക്കൽ ആയിട്ടുള്ള അസറ്റ് ഒന്നും ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്ത് പലരും ഇഷ്ടപ്പെടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചെറിയ തുകയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിൽവറിന്റെ ETF-കളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ട് സിൽവറിന്റെ ETF-ൽ. പത്രത്തിലുള്ള ഒരു 5 ETF-കൾ ഞാൻ പറഞ്ഞുതരാം. നല്ലൊരു ETF-കളാണ്. ഇതിനൊന്നും പ്രത്യേകിച്ച് റേറ്റിംഗ് ഇല്ലാത്ത ETF ആണ്. കാരണം സ്റ്റാർട്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ ഈ സിൽവർ ETF ഒക്കെ. ഗോൾഡ് ETF ഒക്കെ നേരത്തെ ഉണ്ട്, ബട്ട് സിൽവർ ETF ഒക്കെ ജസ്റ്റ് അൺറേറ്റഡ് ആയിട്ടാണുള്ളത്. അപ്പൊ അതിന്റെ ഇപ്പോഴത്തെ നിലവിലെ പ്രൈസും അതേപോലെ തന്നെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 100 അതിന്റെ ഗുണിതങ്ങളോ 500, 1000 ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് SIP-കളായിട്ട്, മന്ത്ലി SIP-കളായിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. ബ്രോക്കറിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് ചെയ്യാം. സോ അതിന്റെ പ്രോസസ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ആണ്. ഇത് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ കമന്റ് ബോക്സും കൊടുക്കും. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞിട്ട് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക, ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക, സെഗ്മെന്റ് എല്ലാം സെലക്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യുക. ഒരു IPV വെരിഫിക്കേഷൻ, ഒരു വീഡിയോ വെരിഫിക്കേഷൻ ഉണ്ട് സിമ്പിൾ ആയിട്ട്. അതുകൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഈസ് റെഡി. നിങ്ങൾക്ക് സ്റ്റോക്കുകൾ വാങ്ങിക്കാം, സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ വാങ്ങിക്കാം, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം, IPO പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഓർ കമ്മോഡിറ്റി കറൻസി ഓപ്ഷൻസ്, ഫ്യൂച്ചേഴ്സ് പോലെയുള്ള എല്ലാ ടൈപ്പ് ട്രേഡിംഗ് ചെയ്യാം. എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ബ്രോക്കറാണ്. കേരളത്തിൽ കൊച്ചിയിൽ ഓഫീസ്, അതുപോലെ മലയാളത്തിൽ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കോൺടാക്ട് ചെയ്യാൻ ഒരു 5 years ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫണ്ടുകൾ ഓരോന്ന് നോക്കാം. ഫണ്ടുകൾ, ഒന്നാമത്തെ ഫണ്ട് എന്ന് പറഞ്ഞാൽ UTIയുടെ സിൽവർ ETF ആണ്. ഈ UTIയുടെ സിൽവർ ETF-ൽ മിനിമം 500 രൂപ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. ഓർ നിങ്ങൾക്ക് 100, അതായത് 100ന്റെ മൾട്ടിപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് അതിനകത്ത് കൂട്ടിയിടാം. 15 ദിവസം കൊണ്ട് നിങ്ങൾ ഇന്ന് വേണ്ട, ഞാൻ ഇത് ഒഴിവാകുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 1% അവർ എക്സിറ്റ് ലോഡ് ചാർജ് വാങ്ങിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വാങ്ങിക്കില്ല. പെർഫോമൻസ് നോക്കാം. ഇത് ഒരു 2023 സ്റ്റാർട്ട് ചെയ്തതാണ്, 2 വർഷം ആയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ലോഞ്ച് ചെയ്തിട്ട് ഇതുവരെ ഒരു വർഷത്തിൽ 27% റിട്ടേൺ കൊടുക്കുന്നുണ്ട്. 27% റിട്ടേൺസ് ഇയർലി കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഗ്രോത്ത് ആണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ലാസ്റ്റ് 1 ഇയറിൽ മാത്രം 42% റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ രണ്ടാമത്തെ ഫണ്ട് എന്ന് പറഞ്ഞാൽ നിപ്പോൺ ഇന്ത്യയുടെ സിൽവർ ETF ആണ്. ഇതും 100 രൂപയ്ക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം മന്ത്ലി. ഓർ നിങ്ങൾക്ക് ലംസമായിട്ട് വലിയൊരു എമൗണ്ട് വേണം നിങ്ങൾക്ക് ചെയ്യാം. ഇതിന് എക്സിറ്റ് ലോഡ് ഉണ്ട്. 15 ദിവസം കൊണ്ട് എക്സിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 1% ചാർജ് വരും. ഇത് സ്റ്റാർട്ട് ചെയ്ത് 2022-ലാണ്. സ്റ്റാർട്ട് ചെയ്ത് 3 വർഷമായി. 23.5% കൊടുക്കുന്നത്. ഇപ്പൊ ലാസ്റ്റ് 1 ഇയറിൽ നല്ല രീതിയിലുള്ള റിട്ടേൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ആ ഫസ്റ്റ് 2022-23 അത്ര വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നല്ല രീതിയിൽ ഈ 1 ഇയറിലാണ് നല്ല രീതിയിൽ എമൗണ്ട് സിൽവറിന് കൂടിയത്. സ്വർണ്ണത്തിനൊപ്പം തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. സോ 23.5% ആണ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്ത് മുതൽ ഒരു വർഷത്തെ റിട്ടേൺസ് ആണ് കാണിക്കുന്നത്. ഇത് ഡൊമസ്റ്റിക് പ്രൈസ് ആണ്. സിൽവറിന്റെ ഡൊമസ്റ്റിക് പ്രൈസിന്റെ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുന്നത്. UTIയും സെയിം തന്നെ. അതേപോലെ മൂന്നാമത് ആദിത്യ ബിർളയുടെ സൺ ലൈഫിന്റെ ഒരു സിൽവർ ETF ആണ്. ഇതും 100 മിനിമം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക, അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 0.5 മാത്രമേ ഉള്ളൂ 30 ദിവസം കൊണ്ട് റിഡീം ചെയ്യുന്നുണ്ടെങ്കിൽ. ഇത് 2022 തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഡൊമസ്റ്റിക് പ്രൈസ് ആണ് സിൽവറിന്റെ. 23% റിട്ടേൺസ് ഉള്ളത്. നിപ്പോന്റെ സെയിം പോലെ തന്നെയാണ് ഈ ആദിത്യ ബിർളയും. പിന്നെ വരുന്നത് ആക്സിസിന്റെ സിൽവർ ഫണ്ടാണ്. ഇതിന് മിനിമം 1000 രൂപയാണ് SIP ആയിട്ട് ചെയ്യുന്നത്. 1000 ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഗോൾഡിന്റെ കേസിൽ ആക്സിസ് വളരെ കുറവാണ്. 100 രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം ഗോൾഡ് ETF. ബട്ട് ഇത് ഈ പറഞ്ഞ സിൽവർ ഫണ്ട് ഓഫ് ഫണ്ട് ആണ് കേട്ടോ. ഇതെല്ലാം ഫണ്ട് ഓഫ് ഫണ്ട് ആണ്. ഈ ഫണ്ട് ഓഫ് ഫണ്ട് 1000 രൂപയാണ് ഇതിനകത്ത് വരുന്നത്. ഇതും 2022-ലാണ്. 33% ഇതിന് റിട്ടേൺസ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് HDFCയുടെ സിൽവർ ETF ആണ്, ഫണ്ട് ഓഫ് ഫണ്ട്. ഇത് 100 രൂപയാണ് ഇതിനകത്ത് വരുന്നത്. 100ന്റെ മൾട്ടിപ്ലിക്കേഷൻ. ഇതിനും 1% ആണ് 15 ഡേയ്സ് ചാർജ് വരുന്നത്. 2022 സ്റ്റാർട്ട് ചെയ്തു. 33.73% ഉള്ളത്. ഇപ്പോൾ ഒരു 5 ഫണ്ടുകളുണ്ട്. ഇതിൽ 100 ചെയ്യുന്നത് HDFCയുടെ സിൽവർ ETF ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. അതേപോലെ തന്നെ നിപ്പോണും കുഴപ്പമില്ല, UTI സിൽവറും കുഴപ്പമില്ല. ബട്ട് HDFC ആണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. 2022 മുതൽ ഇതുവരെ ഉള്ളതിൽ 33.73
ഇയർലി ഉണ്ട് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ 100 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യുക. ഒരു സെബി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ അനലിസ്റ്റിനെ കോൺടാക്ട് ചെയ്ത് ചെയ്യുക. നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റയൊക്കെ എത്രത്തോളം ആക്യുറേറ്റ് ആണ് എന്നൊരിക്കലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരു ഇന്റർനെറ്റ് മാധ്യമം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡാറ്റാസ് റിസൾട്ട് നമ്മൾ എടുക്കുന്നത്. ബട്ട് എപ്പോഴും ഇത് പെർഫെക്റ്റ് ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ടീമിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് മാത്രം ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. അതേപോലെ തന്നെ ഗൂഗിളിലും ഒരുപാട് ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്, യൂട്യൂബിൽ അവൈലബിൾ ആണ്, ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ, ഇപ്പോഴെങ്കിലും പറ്റാവുന്ന ഒരു 100 രൂപയെങ്കിലും മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് തുടങ്ങുക. അല്ലാതെ നാളത്തേക്കും മറ്റന്നാളത്തേക്കും 10,000 രൂപയും 2,000 രൂപയും 3,000 രൂപയൊക്കെ ആക്കിയിട്ട് നമ്മൾ മാറ്റരുത്. ചെറിയ തുക ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് പരമാവധി എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സ്വർണ്ണത്തെയും സിൽവറിനെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും, ഇൻവെസ്റ്റ്മെന്റിനെ ഇഷ്ടപ്പെടുന്ന അത്തരത്തിലുള്ള സുഹൃത്തുക്കൾക്ക് എല്ലാം ഷെയർ ചെയ്യുക. വരും ദിവസങ്ങളിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ, ഫൈനാൻഷ്യൽ ടിപ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുത്തേക്കാം. അതേപോലെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമ്മൾ നാളെ കാണാം. ഇറ്റ്സ് മീ നിഷ് മണി സൈനിങ് ഓഫ്. ബൈ.